തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് ശിവഗിരി മഠം ആചാര പരിഷ്കരണ യാത്ര നടത്തും. ദേവസ്വം ക്ഷേത്രങ്ങളിൽ ഷർട്ട് വിലക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്നും ആവശ്യപ്പെട്ടാണ് യാത്ര. ശിവഗിരി മഠത്തിന്റെ പോഷക സംഘടനയായ ഗുരുധർമ്മ പ്രചാരണ സഭയാണ് വെള്ളിയാഴ്ച യാത്ര സംഘടിപ്പിക്കുന്നത്. മഠത്തിന്റെ പോഷക സംഘടനയായ ഗുരുധർമ്മ പ്രചരണ സഭ മുഖ്യമായും ഈ ആശയം സ്വീകരിച്ചുകൊണ്ട് ആചാര പരിഷ്കരണ യാത്ര 17-ാം തീയതി രാവിലെ 10 മണിക്ക് തിരുവനന്തപുരത്ത് നടത്തുകയാണ്. ഗോപാൽ ശിലാസനൽ വിവരങ്ങൾ നൽകും. ഗോപാൽ, ഇത്തരത്തിലൊരു ആചാര പരിഷ്കരണ യാത്ര ഇത് എന്തിനു വേണ്ടിയാണ്? അമൃത, സമൂഹത്തിൽ ക്ഷേത്ര സംബന്ധിയായി നിലനിൽക്കുന്ന ചില ആചാരങ്ങൾ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ശിവഗിരി മഠത്തിന്റെ പോഷക സംഘടനയായ ഗുരുധർമ്മ പ്രചരണ സഭ നാളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് ആചാര പരിഷ്കരണ യാത്രയും പ്രാർത്ഥന യജ്ഞവും നടത്തുന്നത്. ഇതിനുശേഷം ദേവസ്വം ബോർഡിന് ഔദ്യോഗികമായി സഭ ഒരു നിവേദനം നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. സഭാ പ്രവർത്തകരും ശിവഗിരി മഠത്തിലെ സന്യാസിമാരും അതിനോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ഈ യാത്രയിൽ പങ്കെടുക്കും. അവർ പ്രധാനമായും ചില ആവശ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിച്ചുകൊണ്ട് പ്രവേശിക്കുന്നതിനും ആരാധനയിൽ പങ്കെടുക്കുന്നതിനും അവസരം നൽകുക എന്നുള്ളതാണ്. ഈ വിഷയം നേരത്തെ ഒരു ഘട്ടത്തിൽ വിവാദമായിരുന്നു. ആ വിവാദമായ സമയത്തും ശിവഗിരി മഠം നിലപാട് അറിയിച്ചിരുന്നതാണ്. അതിനോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ജനസംഖ്യാനുപാതികമായി നിയമനങ്ങളിൽ സംവരണം നടപ്പാക്കുക, ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ മേൽശാന്തിമാരെയും മറ്റും നിയമിക്കുന്നതിന് താന്ത്രിക വിദ്യ പരിശീലിച്ചിട്ടുള്ളവർക്ക് ജാതി പരിഗണന കൂടാതെ നിയമനം നൽകുക, ശാന്തിക്കാരെ നിയമിക്കുക, ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പഠന സംവിധാനം ഒരുക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ നിവേദനം നാളെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് നൽകുന്നത്. കൂടാതെ ചില ക്ഷേത്രങ്ങളിൽ ഭക്തർ ധരിച്ചിരിക്കുന്ന പാന്റ്, ചുരിദാർ തുടങ്ങിയ വസ്ത്രങ്ങൾക്ക് മുകളിൽ പല ആളുകൾ ഉടുത്ത മുണ്ടുകൂടി ധരിക്കുന്ന ഒരു ആചാരവും നിലനിൽക്കുന്നുണ്ട്. ആ കാര്യത്തിലും ഒരു തീരുമാനമെടുക്കണം. തിരുവനന്തപുരത്തെ ശ്രീനാരായണ ഗുരു പാർക്കിലെ ഗുരുവിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടത്തിയതിനു ശേഷം അവിടെ നിന്ന് ശിവഗിരി മഠത്തിലെ സന്യാസിമാർക്കൊപ്പമാണ് ഈ ആചാര സംരക്ഷണ ജാഥ നടക്കുന്നത്. ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിലാണ് ഇന്ന് ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചത്. ശരി.